എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കിതുപോലെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 3 തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകുമ്പോൾ നമ്മൾ കൈ ഒന്ന് അയച്ച് പിടിച്ച് ചിരണ്ടണം. അപ്പോൾ അല്ലെങ്കിൽ കട്ടിയായിട്ട് വീഴും. അപ്പോൾ ഇത് നൈസായിട്ട് വേണം നമ്മളൊന്ന് ചിരകിയെടുക്കാൻ. നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു 20 ചുവന്ന മുളകാണ് ഇത്, ഒരു 3 തണ്ട് വെള്ളുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി, പാളംപുളി, പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിക്കാത്തത്. ഇനി ഞാൻ ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തേക്കും. നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതിൽ നനവ് പാടില്ല, പാത്രം നന്നായിട്ട് തുടച്ച വെള്ളമൊക്കെ കളയണം. എന്നിട്ട് നമ്മുടെ കുരുമുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെള്ളുള്ളി ഇത് കണ്ട നമ്മുടെ വെള്ളുള്ളി വലിയ കഷ്ണങ്ങളായിരുന്നേ, അപ്പം ഞാനതൊന്ന് ചെറിയ കഷ്ണമാക്കി. പിന്നെ അതുപോലെ മുളകും ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കൊണ്ട് വരുന്ന അതേപോലെ അങ്ങോട്ട് എടുത്തിട്ടാൽ സമ്മന്തിയൊക്കെ പൊടിച്ച് വരുമ്പോൾ ചെറിയൊരു കയ്പ്പ് കാണും. നമ്മളൊന്ന് കഴുകിയൊക്കെ ഉണക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഈ പുളിയാണെങ്കിലും കുരുവൊക്കെ കുത്തിയത് വേണം, കുരു ഇല്ലാതെ വേണം നമ്മൾ വറക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി, അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പുളി ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. അതൊരു നമ്മുടെ കൈയുടെ അളവാണ്. നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കണക്കായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് എന്താണെന്ന് വെച്ചാൽ പാകത്തിന് ഉപ്പും കൂടെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുക്കണം. ഇതൊക്കെ ഒരു കൈയളവാണ്, ഇതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. ഉപ്പൊക്കെ കൂടുതലും കുറവുമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കിടാം. നമ്മുടെ ചമ്മന്തിപ്പൊടി നമുക്ക് വറക്കാൻ തുടങ്ങാവേ. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടി ചൂടാകുന്നവരെ മാത്രമേ തീ കൂട്ടിയിടാൻ പാടുള്ളൂ. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും. അപ്പം അത് കരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ക്ഷമയോടെ നിന്ന് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഒരുപാട് തീയൊക്കെ കൂട്ടി കരിച്ചു കഴിഞ്ഞാൽ അത് ചമ്മന്തിപ്പൊടി യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുത്തയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ നന്നായിട്ടത് വറുത്ത് പാകത്തിനൊക്കെ വറുത്ത് പൊടിച്ചൊക്കെ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും കൊടുത്തയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ എത്ര നാൾ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇതിൽ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല, നനവ് പാടില്ല. നനവ് നമ്മൾ എടുക്കുമ്പോഴൊക്കെ നനവില്ലാത്ത ഒരു സ്പൂൺ കൊണ്ട് വേണം എടുക്കാൻ. പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് നാളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഇത് നമുക്ക് ആർക്കെങ്കിലും വിദേശത്ത് കൊടുത്തുവിടുമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കോ അതല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾക്കൊക്കെ ഒരു പൊതിച്ചോറ് കൊടുത്തു വിടുമ്പോൾ അതിനകത്തൊക്കെ ഇതിങ്ങനെ ഒന്ന് വെച്ചോ, അല്ല നമുക്ക് വീട്ടിലേക്കാണെങ്കിൽ ഒരു ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം ഉണ്ടായാൽ മതി. ഇനി നമുക്കിത് ഇങ്ങനെ വറുത്തെടുക്കാവേ. ഈ ഒരു പാകമാകുമ്പോൾ തേങ്ങ ഇതേപോലെ ഒരു ചെറിയതായിട്ടൊരു ചുവപ്പ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ തീ കുറച്ച് തന്നെ ഇടണേ, ഇടയ്ക്ക് തീ ഒന്നും കൂട്ടിയിടാൻ പാടില്ലേ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പം നിങ്ങളത് ചെയ്യണേ. ഞാനിവിടെ തന്നെ ഉണ്ട്, ഇങ്ങനെ നിന്ന് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കുറേ സമയം വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനേ. നമ്മളിതൊന്ന് തേങ്ങ ചിരകാനും ഇച്ചിരി താമസമുണ്ട്. എത്ര തേങ്ങയാണോ എടുക്കുന്നത് അത്രയും തേങ്ങയൊന്ന് ചിരകിയെടുക്കണം. നമ്മൾ സാധാ ചിരകും പോലെ നല്ല സ്പീഡിൽ വേഗം ചിരകാൻ പറ്റില്ല. അപ്പം അത് കുറച്ച് നേരം ചിരകാൻ സമയമാകും. പിന്നെ ഇങ്ങനെ വറക്കാൻ കുറച്ച് നേരം ഒന്ന് നിന്ന് വറക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെയൊന്നും ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക് എളുപ്പത്തിലൊരു കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഈ ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കാനൊക്കെ നല്ല. പിന്നെ ചപ്പാത്തിയുടെ കൂടെയോ ദോശയോ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കില്ലേ, ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കോ വെള്ളപ്പത്തിനോ ഒക്കെ കഴിക്കാം. ചോറിന് മാത്രമല്ല എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും ഈ ഒരു ചമ്മന്തിപ്പൊടി കഴിക്കാം. നമ്മളിതിങ്ങനെ നിന്ന് വറുത്ത് കൊടുക്കണം, നന്നായിട്ട്
നമുക്ക് തീയൊന്നും കൂട്ടിയിടാൻ പറ്റില്ലല്ലോ. തീ കൂട്ടാതെ തന്നെ നമ്മൾ വറക്കുന്നതുകൊണ്ട് കുറേ സമയമാകും. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിതിപ്പം 2-3 തേങ്ങ വേണം, അല്ലെങ്കിൽ ഒരുപാട് തേങ്ങ വേണം, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു തേങ്ങയാണെങ്കിൽ പോലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ചെയ്യുകയല്ലേ, അപ്പോൾ ഇച്ചിരി കൂടുതലായാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കൊന്ന് എല്ലാവർക്കും കഴിക്കാനുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തേങ്ങയെ ഉള്ളതെന്ന് വെച്ചോ, ആ ഒരു തേങ്ങ കൊണ്ട് ഉണ്ടാക്കുക. അതിനുള്ള കൂട്ടുകൾ മാത്രം എടുക്കണമെന്നേ ഉള്ളൂ. എത്രമാത്രം നമ്മൾ എടുക്കുന്നോ അതനുസരിച്ച് പുളിയും മുളകും ഒക്കെ ഇടണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കൂട്ടും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ കറിവേപ്പില ചേർക്കണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊടിക്കുന്നതിന് മുമ്പേ നമുക്ക് ആകെ നോക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ്. ഈ തേങ്ങയിൽ നമുക്കൊന്ന് തൊട്ട് നോക്കാം ഉപ്പുണ്ടോ എന്ന്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ പുളിയുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ. അതൊക്കെ നമ്മളൊരു കൈയളവിന് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ പാകമായിരിക്കും, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. എരിവൊക്കെ പിന്നെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കുരുമുളകോ അല്ല ചുവന്ന മുളകോ ഒക്കെ ഇടാം. സമ്മന്തിപ്പൊടി ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്കിനി തീ ഓഫാക്കി കൊടുക്കാതെ, എന്നിട്ട് നമ്മളൊരു 2 മിനിറ്റും കൂടെ ഈ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കണം, ഈ ചീനിച്ചട്ടിയിൽ. കാരണം ഇത് ചൂടായി കഴിഞ്ഞാൽ ഇനി ഇത് ഇരുന്നാൽ കരിഞ്ഞു പോകും. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് ഒരുപാട് അങ്ങോട്ട് നല്ലോണം തണുക്കണ്ട, എന്നാലും നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പൊടിക്കാം. പൊടിക്കുമ്പം അരയാൻ പാടില്ല, ഒരു തരിതരിപ്പോടെയാണ് നമ്മളെപ്പോഴും സമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണ തെളിഞ്ഞു വരും, പിന്നെ അപ്പോൾ അത് കട്ടയായി പോകും. അപ്പം നമുക്ക് അങ്ങനെ വരാൻ പാടില്ല. അപ്പം നമുക്ക് ഇനി അത് തണുത്ത് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ സമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പോടെ ഇങ്ങനെ പൊടിച്ചെടുക്കണം. കാരണം നമ്മൾ ഒരുപാട് അരക്കല്ല്, അരച്ചാൽ എണ്ണ തെളിഞ്ഞു വരും, പിന്നെ കട്ടയായി പോകും. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറുതായിട്ടൊരു തരി ആകുമ്പോൾ തന്നെ നമ്മൾ നിർത്തി ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് നല്ല ഇച്ചിരി ചൂട് കഞ്ഞിയുടെ കൂടെ, ഒരു കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതുപോലൊരു സമ്മന്തിപ്പൊടി മാത്രം മതി. പിന്നെ ഒരു ചൂട് ചോറോ, അല്ല ചൂട് ചോറ് തന്നെ വേണമെന്നില്ല, എപ്പോഴാണെങ്കിലും നമുക്കിതും കൂട്ടി എന്തും കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണം, നിങ്ങൾ വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.